വെൽക്കം ടു NCERT +9 +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് കണ്ടു. പിന്നെ നമുക്ക് ഇതിലെ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ദാറ്റ് ഈസ് 2.2, which is the ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഏതൊരു സ്റ്റാറ്റിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാലും നമ്മൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ആ ചാർജിൻ്റെ ഒരു ടെസ്റ്റ് ചാർജ് അവിടെ ആ ടെസ്റ്റ് ചാർജിലേക്ക് ആ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് കോൺഫിഗറേഷനിലേക്ക്, ആ ചാർജ് കോൺഫിഗറേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടെസ്റ്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു എന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു. ഓക്കെ, എങ്ങനെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ദ വർക്ക് ഡൺ ഓൺ ദ ചാർജ് ക്യൂ. അതായത് നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ചാർജിനെ മറ്റൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ, അതായത് ഒരു ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പം സപ്പോസ് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു സോഴ്സ് ചാർജിൻ്റെ, ആ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് ചാർജ് പോസിറ്റീവായിട്ടാണ് എടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് ചാർജ് പോസിറ്റീവാണ്. അപ്പം ഈ പോസിറ്റീവ് ചാർജ് ഒരു റിപ്പൾസീവ് ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ ഒരു എക്സ്ട്രാ വർക്ക് ചെയ്യണം. ആ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വർക്ക് എന്ന് പറയുന്ന അതിനെ ആ ഫീൽഡിലേക്ക്, ആ ഫോഴ്സ് ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ വർക്ക് ചെയ്യണം. അപ്പം അതിനുള്ള എത്രമാത്രം ഫോഴ്സ് ആണ് എന്നുള്ള വർക്ക് ചെയ്യാനുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഇലക്ട്രിക് ഫോഴ്സിന്റെ അത്രയും തന്നെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവണം. ബട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും ഡയറക്ഷനിൽ. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടാണ്. അപ്പോൾ ആ ടെസ്റ്റ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ ഇൻ ടേംസ് ഓഫ് വർക്ക് നമ്മൾ കണ്ടതാണ്. ആൻഡ് ദാറ്റ് വർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ, റൈറ്റ്? നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഇൻ ജനറൽ വർക്കിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ഇൻ ജനറൽ ഫോമിൽ വർക്കിന്റെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ വരുന്ന നമ്മളുടെ ഈ ഫോഴ്സ്, നമ്മൾക്ക് ഇവിടെ വരുന്ന ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് Q ഇൻറ്റു E ആണ്, ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അല്ലെ? സോ ഒബ്വിയസ്ലി നമ്മൾ ഇവിടെ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q ആണ്. അതുകൊണ്ട് തന്നെ ഓക്കെ, ഇറ്റ് ഈസ് ഒബ്വിയസ്ലി പ്രൊപ്പോർഷണൽ ടു Q. കാര്യം ഇൻഹെറന്റ്ലി അതിൻ്റെ അകത്തുണ്ട്. കാര്യം ഫോഴ്സ് QE ആയതുകൊണ്ട്, ഏതൊരു പോയിന്റിലും ഫോഴ്സ് QE ആയതുകൊണ്ട് ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ചാർജ്. അപ്പം നമുക്കിപ്പം ഈ വർക്കിനെ നമ്മൾ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾക്കുള്ള ഈ വർക്കിനെ നമ്മൾ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ W/Q എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് എന്നുള്ളതാണ് W/Q എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പം അതിന് ചാർജ് ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ഒരു ക്വാണ്ടിറ്റി ആണല്ലോ. വർക്ക് പെർ യൂണിറ്റ് ചാർജ് എടുക്കുകയാണെങ്കിൽ ക്യൂവിൻ്റെ ഡിപ്പെൻഡൻസ് ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും കിട്ടുന്നത്. കാര്യം മേളിൽ ക്യൂവിൻ്റെ ഡിപ്പെൻഡൻസ് ഉണ്ട്, താഴെ നമ്മൾ ക്യൂവിനിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അത് പോകും. ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു ചാർജ് കോൺഫിഗറേഷൻ കാരണം ഉണ്ടാകുന്ന ആ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിനെ കാണിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, കാര്യം എന്ന് വെച്ചാൽ ടെസ്റ്റ് ചാർജിൻ്റെ ഇൻഡിപെൻഡൻസ് ഇല്ലാതെ, ടെസ്റ്റ് ചാർജ് ഇല്ലാതെ തന്നെ നമ്മളതിനെ ഡിഫൈൻ ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു പർട്ടിക്കുലർ ചാർജ് കോൺഫിഗറേഷൻ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്കതിനെ കാണിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇതിനെയല്ല പറയുന്നത്. ഇങ്ങനെ ഇവിടുന്നാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു ഐഡിയയിൽ നിന്നും വരുന്നതാണ്. ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ അതിന് സിമ്പലിൻ്റെ ടേം എന്ന് പറയുന്നത് V ആണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ V. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് V എന്ന് പറയുന്ന നൊട്ടേഷനാണ്.
അതായത് ഇവിടെ എന്ന് വെച്ചാൽ എത്രമാത്രം വർക്കാണ് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്. അപ്പൊ നമ്മൾ നേരത്തെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക്, ആ ഇലക്ട്രിക് ഫീൽഡിനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ട വർക്ക് തന്നെയാണ് നമ്മൾ, അതാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബേസിക്കലി അതൊരു ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ബേസിക്കലി എത്രമാത്രം എനർജിയാണ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ടെസ്റ്റ് ചാർജിന് മൂവ് ചെയ്യാൻ വേണ്ടതെന്നുള്ളതാണ് വരുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ external force in moving, external force in bringing unit positive charge from R to P. നമ്മൾ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ ആറിൽ നിന്നും പി വരെയുള്ള ഏതൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവരുവാണ് ആർ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക്. അതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ ഒരു ചാർജ് കൊണ്ടുവരാൻ ഇത്രമാത്രം വർക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യണം, അതാണ് ആ ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വി ആണ്. ദാറ്റ് മീൻസ് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അതായത് ബേസിക്കലി നമ്മൾ ആ പൊട്ടൻഷ്യൽ എനർജിയെ ഒരു യൂണിറ്റ് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. പൊട്ടൻഷ്യൽ എനർജി ഒരു യൂണിറ്റ് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഉള്ള ആ ക്വാണ്ടിറ്റിയാണ് ബേസിക്കലി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അഥവാ എത്രമാത്രം ഫോഴ്സ് ആണ്, എത്രമാത്രം വർക്കാണ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യേണ്ടത് ടു ബ്രിങ് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ആർ ടു പി. അതാണ് നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, അഥവാ എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജ്. കാര്യം ആ ഒരു ക്വാണ്ടിറ്റി ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറയാവുന്ന കാര്യം ദിസ് ഇസ് ദ എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. കാര്യം അത് തന്നെ, എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഒരു യൂണിറ്റ് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി ആണല്ലോ ഇത്. സോ എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി per unit charge at a given point in an electric field. ഇതാണ് നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. നേരെ മറിച്ച് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രമാത്രം ടോട്ടൽ എനർജിയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ ചാർജ് എന്ന് പറയുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇൻ സിമ്പിൾ ടേംസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് ലൈക്ക് നമ്മളുടെ നമുക്ക് ഓൾറെഡി അറിയാം, വി ഓൾറെഡി നോ ദാറ്റ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ട കാര്യമാണ് വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം ആർ ടു പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദി ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ദാറ്റ് ഈസ് പി എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ആർ എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഓൾറെഡി WRP കണ്ടതാണ്. അപ്പൊ ഇനി നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് കൊണ്ടുവരുന്നത് എങ്കിൽ എന്നുള്ളതാണ്, അതാണല്ലോ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. അതിനാണ് ഇനി ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അഥവാ ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇതെന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ആണ്, തെറ്റിപ്പോരുത്. ഇനി അടുത്ത പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ external force in bringing a unit positive charge from R to P. ഇപ്പൊ ഇതാണ് നമ്മുടെ ചാർജ് കോൺഫിഗറേഷൻ എന്ന് വിചാരിക്കാം. ദിസ് ഇസ് ദ ചാർജ് കോൺഫിഗറേഷൻ. നമ്മൾ ഒരു ടെസ്റ്റ് ചാർജിനെ, +Q എന്ന് പറഞ്ഞ ടെസ്റ്റ് ചാർജിനെ ഈ ആർ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഈ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവരുവാണ്. ഓക്കെ, അപ്പം പലതരത്തിൽ കൊണ്ടുവരാം. ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ വഴി കൊണ്ടുവരാം. അത് നമ്മൾ ലാസ്റ്റ് വീഡിയോ കണ്ടത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് ഏത് പാത്ത് എടുത്താലും ഇറ്റ് ജസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അതിന് മാത്രമേ സിഗ്നിഫിക്കൻസ് ഉള്ളൂ. ഏത് പാത്ത് എടുത്താലും ദാറ്റ് ഇസ് സെയിം. അപ്പൊ ഇനി നമ്മൾ
ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഈ ആറിൽ നിന്നും ഇതിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. ദാറ്റ് ഇസ് ബേസിക്കലി Q1 ആണെങ്കിൽ 1 കൂളംബ് ആണെങ്കിൽ എത്ര വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ബേസിക്കലി എന്താണ് ഈ വർക്കിനെ നമ്മൾ ഇപ്പൊ ഇതിനെ ഈ Q1 ആക്കാൻ ഇത് 1 കൂളംബ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് എത്രയാണെങ്കിലും അതിനെ അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ 1 കൂളംബ് ആവത്തില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ കൊണ്ട് തന്നെ അതിനെ ഡിവൈഡ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ നമ്മളുടെ ഈ WRP ഡിവൈഡ് ബൈ Q ചെയ്യുക. സോ WRP ഡിവൈഡ് ബൈ Q എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ V. അപ്പം ഇത് എന്താണ്? WRP UP മൈനസ് UR ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ഇവിടെ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്? UP മൈനസ് UR ഡിവൈഡഡ് ബൈ Q ആണ്. അപ്പൊ ഇൻഡിപെൻഡന്റ്ലി കൊടുക്കാമല്ലോ. ദാറ്റ് ഈസ് UP ബൈ Q മൈനസ് UR ബൈ Q എന്ന് കൊടുക്കാം. സോ ദിസ് ഇസ് VP മൈനസ് VR എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അത് VP എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് P, VR എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് R. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് P എന്ന് പറയുന്നതാണ് VP ആൻഡ് VR എന്ന് പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് R എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യലിന്റെ ആക്ച്വൽ വാല്യൂന് സിഗ്നിഫിക്കൻ്റ് ഇല്ല. VP എത്ര, അതിന്റെ കൂടെ എന്തെങ്കിലും കോൺസ്റ്റന്റ് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. VR എത്രയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഫിസിക്സിൽ ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഡിഫറൻസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അപ്പൊ ഡിഫറൻസ് മാത്രം കൺസിഡർ, ഇപ്പം ഈ പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിഫറൻസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളെങ്കിൽ എനിക്ക് ഈ പർട്ടിക്കുലർ പോയിന്റിലെ മാത്രം പൊട്ടൻഷ്യൽ എനർജി കാണണമെങ്കിൽ ഇതിനെ എനിക്ക് വേണമെങ്കിൽ 0 ആക്കുവാണെങ്കിൽ കാണാൻ പറ്റുമല്ലോ. അപ്പം ഇതിനെനിക്ക് 0 ആക്കുവാണെങ്കിൽ ഡിഫറൻസിനെ സിഗ്നിഫിക്കൻസ് ഉള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ പോയിന്റിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു കാര്യം കൊണ്ടുണ്ടാവുന്നത്. ഓക്കെ, ദാറ്റ് കൺസെപ്റ്റ്, അത് ഡിഫറൻസിന് മാത്രമേ മീനിങ് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിനെ എന്താണ് നമ്മുടെ നോൺ പൊട്ടൻഷ്യൽ ആക്കിക്കൊണ്ട് മറ്റേ ക്വാണ്ടിറ്റി പ്രിസൈസ്ലി ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ അതുപോലെ തന്നെയാണ് നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന അറ്റ് ഇൻഫിനിറ്റി പൊട്ടൻഷ്യലി 0 എന്നുള്ള തരത്തിൽ ചൂസ് ചെയ്യും. സോ ദാറ്റ് എനിക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റും, ഇപ്പൊ എനിക്ക് ഈ പോയിന്റും ഇത് ഇൻഫൈനൈറ്റ് ആയിട്ടൊരു പോയിന്റാണ് R എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് ഇവിടുത്തെ കാണണമെങ്കിൽ ഇവിടുത്തെ പിയുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിക്ക് മാത്രമേ സിഗ്നിഫിക്കൻസ് ഉള്ളൂ എന്നുള്ള രീതി ഡിഫൈൻ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഇത് മൈനസ് ഇതാണ്. അപ്പം ഇത് 0 ആയതുകൊണ്ട് എനിക്കിപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദിസ് പോയിന്റ് ആയിരിക്കും, അല്ലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് ആയിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്, ഈ ഒരു കൺസെപ്റ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കുക, വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ആറും പി എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആറും പി എന്ന് പറഞ്ഞ പോയിന്റ് വെച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇൻ ജനറൽ നമുക്ക് മനസ്സിലായത് എന്താണ്? ഫിസിക്സിൽ നമ്മൾ എന്താണ് ഡിഫറൻസ് പൊട്ടൻഷ്യൽ എനർജിക്ക് ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യലിന് മാത്രമേ ഫിസിക്കലി സിഗ്നിഫിക്കൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പോയിന്റിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 0 ആയിട്ട് വെക്കാം. സോ ദാറ്റ് എക്സാക്ട്ലി മറ്റേ പോയിന്റിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇൻ ടേംസ് ഓഫ് ദാറ്റ് നമുക്ക് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റിനെ ഡിഫൈൻ ചെയ്യാം. എത്രമാത്രം വർക്കാണ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യേണ്ടത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ള തരത്തിൽ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ potential, that is V at a point എന്ന് പറയുന്നത് it could be defined as work done by an external force in bringing a unit positive charge from infinity to that point. എന്ന് പറയാം. ഓക്കെ, അപ്പം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്
ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്കാണ്. ആൻഡ് ദാറ്റ് ടു എന്താണ്, എസ്പെഷ്യലി നമ്മൾ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ആ പോയിന്റിലേക്ക്, പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിലെ പോയിന്റ് ആണ്, അതിലേക്ക് കൊണ്ടുവരുമ്പോൾ വി ഷുഡ് ബ്രിങ് ഇറ്റ് വിത്തൗട്ട് ആക്സിലറേഷൻ. എന്തുകൊണ്ടാണ് വിത്തൗട്ട് ആക്സിലറേഷൻ കൊടുക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ഡീൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ചാർജസ് എല്ലാം തന്നെ റെസ്റ്റിലാണ്. അപ്പൊ ചാർജ് റെസ്റ്റ് ആവുന്നപ്പോൾ നെറ്റ് കൂളം ഫോഴ്സ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കണം. ഒരു ചാർജ് അനുഭവിക്കുന്ന നെറ്റ് കൂളം ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കണം. സോ എന്താ പറയുക, നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സോഴ്സ് ചാർജ് ഒരു കാരണവശാലും ഡിസ്റ്റർബ് ആവാൻ പാടില്ല. അപ്പം അത്രത്തോളം സ്ലോ കോൺസ്റ്റന്റ് സ്പീഡിലേ നമ്മുടെ ഡിസ്ചാർജിനെ കൊണ്ടുവരാവുള്ളൂ. അതർവൈസ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ആ കൺസെപ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും നമ്മുടെ ഡിസ്ചാർജ് വളരെ ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവരുവാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ആ നമ്മുടെ സോഴ്സ് ചാർജിനെയും ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിസ്ട്രിബ്യൂഷനെയും അത് ഡിസ്റ്റർബ് ചെയ്യും. ഇൻ ദാറ്റ് കേസ് നമ്മുടെ ഹോൾ കൺസെപ്റ്റ് ഇവിടെ മാറുവാണ്. അതുകൊണ്ടാണ് വിത്തൗട്ട് ആക്സിലറേഷൻ തന്നെ കൊണ്ടുവരണം എന്ന് പറയുന്നത്. ബിക്കോസ് ഒറിജിനൽ സോഴ്സ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ഒന്നും അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. വി ആർ ഡീലിംഗ് വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പൊട്ടൻഷ്യൽ എനർജി, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ കാര്യങ്ങളെല്ലാം കണ്ടു, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അതിലെ എല്ലാ കാര്യങ്ങളും ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പറയുമ്പോൾ അതും എല്ലാം അത് പറഞ്ഞ പോലെ തന്നെയാണ്, സെയിം തിങ്സ് ആണ്. അപ്പം ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ്, അത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? അപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു സോഴ്സ് ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷനെ, സോഴ്സ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ നമ്മൾ എപ്പോഴും ഈ എടുക്കുന്ന ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്സ്മലി സ്മോൾ ആയിരിക്കും. സോ ഈ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്സ്മലി സ്മോൾ. ആ ഇൻഫിനിറ്റ്സ്മൽ സ്മോൾ കാണിക്കാൻ വേണ്ടിയാണ് ഡെൽറ്റ യൂസ് ചെയ്യുന്നത്, ഡെൽറ്റ ക്യൂ. ഓക്കെ, അങ്ങനെ ആയിരിക്കും. അപ്പൊ എന്നിട്ട് ഇതിന്റെ വർക്ക് ഡൺ, എത്രമാത്രം വർക്ക് ഡൺ ആണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി എത്രമാത്രം വർക്ക് ഡൺ, എത്രമാത്രം വർക്ക് ചെയ്യണം ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്ക് ഡൺ അപ്പം ചെയ്യുന്ന വർക്കും വളരെ ചെറുതായിരിക്കുമല്ലോ. സോ ദാറ്റ് ഈസ് ഓൾസോ റെപ്രസെന്റഡ് ബൈ ഡെൽറ്റ ഡബ്ല്യു, ചെറിയ വർക്ക്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ. ദിസ് വിൽ ഗീവ് യു ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അഥവാ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് തരും. ഓക്കെ, യൂണിറ്റ് ടെസ്റ്റ് ചാർജ്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു പാത്തിലുള്ള എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ആ പാത്തിലെ, ഇപ്പം നമ്മൾ ആ കൊണ്ടുവരുന്ന പാത്തിലെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ടെസ്റ്റ് ചാർജിന്റെ അടുത്തുള്ള ആ പോയിന്റിലുള്ള ഏതൊരു പോയിന്റിൽ എടുത്താലും അതിലെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ അതേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും അതിന് അനുഭവപ്പെടുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്. ആ സോഴ്സ് ചാർജ് കാരണം, സോഴ്സ് ചാർജിൽ നിന്നുണ്ടാകുന്ന എത്രമാത്രം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണോ അതിന്റെ അത്രയും മാഗ്നിറ്റ്യൂഡുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കും, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും അതിന് കിട്ടുന്നത്. അത് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞ പോലെ തന്നെ അതേ കാര്യമാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി പൊട്ടൻഷ്യൽ എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് സെക്ഷൻ ഡീൽ ചെയ്യുന്നത്, ദാറ്റ് ഇസ് 2.3. ദിസ് ഇസ് ദ പൊട്ടൻഷ്യൽ. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അപ്പൊ നമുക്ക് ആ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഇനി വ്യക്തതയോടുകൂടി അതിനൊരു ഇക്വേഷൻ നോക്കാം. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ്. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു പോയിന്റ് ചാർജ് ആണ്. അപ്പൊ നമ്മളിവിടെ ഒരു പോയിന്റ് ചാർജ് എടുക്കുകയാണ്, പ്ലസ് ക്യൂ, പ്ലസ് പോയിന്റ് പോസിറ്റീവ് ചാർജ് ആണ് എടുക്കുന്നത്. ആ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് ദിസ് ഇസ് അവർ പോയിന്റ് ചാർജ്, ഇതാണ് നമ്മുടെ പോയിന്റ് ചാർജ്. അത് എന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ചാർജ് ആണ് എടുത്തിരിക്കുന്നത്. ആൻഡ് സി ക്യൂ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0, അതായത് ക്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്, പോസിറ്റീവ് പോയിന്റ് ചാർജ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഓയിലാണോ ഇരിക്കുന്നത്, ഒറിജിനിൽ ഇരിക്കുന്നു എന്നുള്ള തരത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റ്, സേ ആ പി എന്ന് പറഞ്ഞ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി ഡ്യൂ ടു പോയിന്റ് ചാർജ് ക്യൂ. ക്യൂ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന
ചാർജ് കാരണം പി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്രമാത്രം പൊട്ടൻഷ്യൽ പോയിന്റ് പി ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആൻഡ് ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞ ചാർജും പി എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വെക്ടർ ആർ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് വെക്ടർ ആർ എന്ന് പറയുന്നത് കൊണ്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പൊ ബേസിക്കലി പൊട്ടൻഷ്യൽ പോയിന്റ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പി എന്ന് പറയുന്ന പോയിന്റിന് എന്താണ് അതെന്ന് പറയുന്നത് ഈ ക്യൂ എന്ന് പറയുന്ന ഈ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിൽ നിൽക്കുവാണ്. അപ്പം അങ്ങോട്ട് നമ്മളൊരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് കൊണ്ടുവരാൻ എത്രമാത്രം വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മളോട് ബേസിക്കലി ചോദിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് പറയുന്നത് ഇവിടെ ചോദിച്ചാൽ ബേസിക്കലി നമ്മളോട് ചോദിച്ചാൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു പി. ഇതാണ് ബേസിക്കലി ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് സ്റ്റേറ്റ്മെന്റ്. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ നോക്കുക, ഇവിടെ നമ്മുടെ സോഴ്സ് ചാർജ് പോസിറ്റീവ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ടെസ്റ്റ് ചാർജ് അല്ലെങ്കിലും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് ഷുഡ് ബി, നമ്മുടെ എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? അപ്പം ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും ബേസിക്കലി ഉണ്ടാവുക. നമ്മൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ട് ഇപ്പൊ വെക്കുവാണെങ്കിൽ ഈ ക്യാപിറ്റൽ ക്യൂ കാരണം അതിനൊരു റിപ്പൾസീവ് ഫോഴ്സ്, അതായത് ഇങ്ങോട്ടൊരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും അതിന് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്? ഇങ്ങോട്ടാണ്. ഇറ്റ് ഇസ് ഡയറക്റ്റഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ല. അപ്പൊ ഇങ്ങോട്ടാണ് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്ക്, തിരിച്ചും മറിച്ചാണ്. അപ്പം ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് വർക്ക് ആണ്. ഓക്കെ, എഗെയിൻസ്റ്റ്, ബിക്കോസ് ഈ ഡയറക്ഷനിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇങ്ങോട്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, വർക്ക് ഡൺ against the work done by the external force എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പോസിറ്റീവ് ആണ്. അഗെയിൻസ്റ്റ് ദിസ് റിപ്പൾസീവ് ഫോഴ്സ്, ഈ റിപ്പൾസീവ് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഈ വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് വർക്കാണ്. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ, ഓക്കെ ഞാൻ ഇത് മാറ്റാം. അപ്പോൾ നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്. നമ്മൾ ഇപ്പം കൺസർവേറ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് ഏത് പാത്ത് എടുത്താലും ഇറ്റ് ഇസ് സെയിം. അതുകൊണ്ട് നമുക്ക് ഈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിന്ന് എങ്ങനെ വേണമെങ്കിലും ഈ പിയിലേക്ക് അപ്രോച്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു റേഡിയൽ ഡയറക്ഷൻ ആണ്. ഞാൻ വായിക്കുവാണ്. ഓക്കെ, സോ എങ്ങനെ വേണമെങ്കിലും പിയിലേക്ക് എങ്ങനെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. ഇവിടെ റേഡിയൽ ഡയറക്ഷൻ കാണിച്ചിരിക്കുകയാണ്. അതായത് ഈ ക്യൂവും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെയാണല്ലോ, അതിന്റെ ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ. അപ്പൊ ഇതേ ഡയറക്ഷനിൽ തന്നെ, അത് ഈ റേഡിയൽ ഡയറക്ഷനിൽ നിന്നും തന്നെയാണ് റേഡിയൽ ഡയറക്ഷനിൽ നിന്നും തന്നെയാണ് പിയിലേക്ക് വരാൻ പോകുന്നത്. അതായത് ഇതിങ്ങനെ, അത് ഇപ്പൊ നമ്മുടെ ഈ ഡിസ്റ്റൻസ് ഇവരുടെ തമ്മിലുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഇങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വിചാരിക്കാം. ആ ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത്. അപ്പം ഈ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പിയിലേക്ക് വരുന്നതായിട്ടുള്ള ആ ഡയറക്ഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, ഏത് പാത്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഇവിടെ ഈ പാത്താണ് എടുക്കുന്നത്. ഇനി ഇതിന്റെ ഇപ്പൊ നമ്മൾ ഇവിടെ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മറ്റൊരു പോയിന്റ്, ഇപ്പം ഈ ഇൻഫിനിറ്റിയിൽ നിന്ന് പി വരെ വരുന്നതാണല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ മാത്രം വർക്ക് ഡൺ ആണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മളൊരു ഇന്റർമീഡിയറ്റ് പോയിന്റ് എടുക്കുകയാണ്, പി പ്രൈം എന്ന് പറഞ്ഞൊരു ഇന്റർമീഡിയറ്റ് പോയിന്റ് ഈ പാത്തിലെടുത്തു. അത് ഇതാണല്ലോ നമ്മുടെ പാത്ത് എന്ന് പറഞ്ഞ ഇതാണ്. അപ്പം ഇവിടെ ഇതാണ് നമ്മുടെ ഫൈനൽ പോയിന്റ്. ആ ഫൈനലിന് മുമ്പായിട്ട് ഇവിടെ പി പ്രൈം എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് എടുക്കുന്നു. എന്നിട്ട് ഈ പി പ്രൈമിന്റെ അടുത്ത് നിന്ന് വളരെ ചെറിയ ഡിസ്റ്റൻസ്, നമുക്ക് ഇവിടെ തൊട്ടടുത്ത്, അതായത് ഈ പടം ഇത്രയും ഡിസ്റ്റൻസ് ഇതിന്റെ ഇടയിൽ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചിരിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് റെപ്രസെന്റഡ് ബൈ ഡെൽറ്റ ആർ പ്രൈം. അതൊരു വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അത്രയും ചെറിയൊരു ഡിസ്റ്റൻസിലേക്ക് ഈ ചാർജ്, ഇപ്പൊ നമുക്കൊരു ടെസ്റ്റ് ചാർജ്, ഒരു പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചാർജ്, പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എന്താണ് ഇവിടെ, ആ ടെസ്റ്റ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് 1 കൂളംബ് ആണ്. ഓക്കെ, ആ 1 കൂളംബിനെ ഇത്രയും ചെറിയ ഡെൽറ്റ, ഇത് പടം ആയതുകൊണ്ടാണ് ഇത്രയും, ശരിക്കും ഇത്രയുള്ള വളരെ ചെറിയ ഡിസ്റ്റൻസ്. ഓക്കെ, വളരെ ചെറുതായിരിക്കും, ഇത്രയും ദൂരം ഒന്നും കാണത്തില്ല, ഇത്ര കാണുള്ളൂ. പക്ഷെ അത് മാഗ്നിഫൈ ചെയ്ത് കാണിച്ചിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടം വരെ ഈ 1 കൂളംബിന് ഈ പി പ്രൈമിന് ഈ പോയിന്റിലേക്ക് വരെ ഇവിടം വരെ കൊണ്ടുവരണമെങ്കിൽ എത്രമാത്രം വർക്ക് ചെയ്യണം എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കും.
അത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസിൽ ഇത്രയും വർക്ക് ആണെങ്കിൽ ആ വർക്ക് ഡണ്ണിൻ്റെ ഒരു ഫംഗ്ഷൻ, അപ്പം നമുക്ക് ആ ഫോർമുല കിട്ടി എത്രമാത്രം വർക്കാണ് ഇവിടെ നിന്ന് ഇവിടം വരെ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റിയിൽ നിന്നും ഈ പോയിന്റ് വരെയുള്ള വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ പീസ് ഓഫ് വർക്കിനെ അങ്ങ് സമ്മേഷൻ ചെയ്താൽ മതി. അതാണല്ലോ ബേസിക്കലി ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, അതാണ്. അപ്പൊ അതാണ് ഇവിടെ ബേസിക്കലി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നോക്കുക. അപ്പൊ അതാണ് ഇവിടെ, ദാറ്റ് ഇസ് ദ ഐഡിയ, അതാണ് ഇവിടുത്തെ ഐഡിയ. അപ്പൊ നോക്കുക ആദ്യം. അപ്പൊ നമ്മൾ ഇനി എന്താ കൺസിഡർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വേണ്ടിയിട്ട് നോക്കി ഈ പി പ്രൈം എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഇപ്പം 1 കൂളംബ് എന്ന് പറയുന്ന ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇപ്പൊ തൽക്കാലം ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ ഈ പോയിന്റ് വരുത്തി 1 കൂളംബ് എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടെങ്കിൽ ഈ 1 കൂളംബ് അനുഭവിക്കുന്ന ഈ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന സോഴ്സ് ചാർജ് കാരണം ഇവിടെ ഈ പി പ്രൈം എന്ന് പറഞ്ഞ പോയിന്റിൽ അത് അനുഭവിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് വിൽ ബി ദാറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? ഇലക്ട്രോസ്റ്റാറ്റിക് force on P prime എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഇസ് നമ്മളുടെ രണ്ട് ചാർജസ് തമ്മിലുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു Q/4πε0 അതിൻ്റെ ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇവിടെ ക്യൂവിൽ നിന്നും ഈ പി പ്രൈം വരെയുള്ള ഡിസ്റ്റൻസ് ആർ പ്രൈം ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ക്യൂവിൽ നിന്നും ഈ പി പ്രൈം വരെയുള്ള ആ ദൂരം എന്ന് പറയുന്നത് ആർ പ്രൈം ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ, ആർ പ്രൈം. സോ വി ഹാവ് ദിസ് ആർ പ്രൈം സ്ക്വയർ. ഇനി അത് ഡയറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ റിപ്പൾഷൻ ആണ്. എങ്ങോട്ട് വരണ്ട, നീ അങ്ങോട്ട് പൊക്കോ, ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ്, ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. ഓക്കെ, ദാറ്റ് ഇസ് എലോങ് ഒ പി പ്രൈം. അതാണ് ഇതിന്റെ ഡയറക്ഷൻ, എലോങ് ഒ പി പ്രൈം. അഥവാ എന്താണ് നമ്മളിപ്പം ഈ ആർ പ്രൈം എലോങ് ഒ പി പ്രൈം, അത് ഫ്രം ഒ ടു പി ആണ് ഡയറക്ഷൻ ബേസിക്കലി. അത് ഒ ടു പി പ്രൈം ആണ്. അപ്പൊ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആർ പ്രൈമിന്റെ അങ്ങോട്ട് തന്നെ. ഇപ്പൊ നമ്മൾ യൂണിറ്റ് വെക്ടർ എല്ലാം ആർ പ്രൈം എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രം ഒ ടു പി പ്രൈം. അപ്പൊ ഇത് നോക്കൂ, ഇത് എങ്ങനെ വരും? ക്യൂ ഇൻറ്റു ഈ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്ന ഹാവിങ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 കൂളംബ്. ഓക്കെ, സോ ക്യൂ ഇൻറ്റു 1/4πε0 ആർ പ്രൈം സ്ക്വയർ അലോങ് ആർ പ്രൈം ക്യാപ്. അപ്പൊ ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ ഈ ക്യൂ ഇൻറ്റു 1 എന്നതിനെ ഇത്തിരി വൃത്തിയായിട്ട് എഴുതാം. സോ ദാറ്റ് ഇസ് ക്യൂ ഇൻറ്റു 1 എന്നുള്ള ഇങ്ങനെ Q/4πε0 ആർ പ്രൈം സ്ക്വയർ അലോങ് ആർ പ്രൈം. ഓക്കെ, ആർ പ്രൈം എന്ന് പറയുന്നത് വെക്ടർ ഫ്രം ഒ ടു പി പ്രൈം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ നമുക്ക് നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പി പ്രൈം എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ പോയിന്റ് വരെ, അതായത് ഡെൽറ്റ ആർ പ്രൈം എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, വളരെ ചെറിയ ഡിസ്റ്റൻസിലുള്ള ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ, അത് ഇവിടുന്ന് ഇവിടം വരെ മൂവ് ചെയ്യിക്കാൻ വേണ്ടുന്ന വർക്ക് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വാട്ട് ഇസ് ദ വർക്ക് ഡൺ എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക, നമ്മൾ അവിടെ ആ വർക്കാണ് നമ്മൾ ഇവിടെ ബേസിക്കലി ഇനിയിപ്പം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ റിപ്പൾസീവ് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, വർക്ക് ഈസ് ഡൺ എഗൻസ്റ്റ് ദ റിപ്പൾസീവ് ഫോഴ്സ്. വർക്ക് ഈസ് ഇവിടെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഈ സൈൻ കൺവെൻഷൻസ് ചിലപ്പം തിരിഞ്ഞു പോകും. ഓക്കെ, വർക്ക് ഈസ് ഡൺ എഗൻസ്റ്റ് റിപ്പൾസീവ് ഫോഴ്സ് അല്ലെ? കാര്യം ചെയ്യാൻ റിപ്പൾസീവ് ഫോഴ്സ് എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്? റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, അത് ഇലക്ട്രിക് ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഇതാണ് ഇലക്ട്രിക് ഫോഴ്സ്. ഓക്കെ, അഥവാ നമ്മുടെ റിപ്പൾസീവ് ഫോഴ്സ് ഇങ്ങോട്ടാണ്, നമ്മുടെ വർക്ക് ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ്. ഓക്കെ, വർക്ക് ചെയ്യേണ്ടത്, എക്സ്റ്റേണൽ ഫോഴ്സ് വർക്ക് ചെയ്യേണ്ടത് തിരിച്ച് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പം ഈ ചാർജിനെ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, നോക്കിക്ക്, ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ചാർജിനെ കൊണ്ടുവരണം. അപ്പം നമ്മൾ എപ്പോഴും എടുക്കുന്നത് നമ്മുടെ ഈ സോഴ്സ് ചാർജ് O എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇരിക്കുന്നത്.
അപ്പം നമ്മൾ എപ്പോഴും എടുക്കുന്ന ഈ ഒറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതാണല്ലോ പോസിറ്റീവ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് പോസിറ്റീവ് ഡയറക്ഷൻ. സോ ബേസിക്കലി ഇവിടെ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് വരുന്നത്. അതായത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടല്ല കൊണ്ടുപോകണ്ടേ, നമ്മൾക്ക് തിരിച്ചാണ്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ചാർജിനെ ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്. എന്നാൽ നമ്മളുടെ ഡിസ്റ്റൻസിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഇതാണ്. അപ്പോൾ ഒറിജിൻ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് പോസിറ്റീവ് വരിക. ദാറ്റ് മീൻസ് ഇങ്ങോട്ടാണ് പോസിറ്റീവിന്റെ ഡയറക്ഷൻ. നേരെ മറിച്ച് നമ്മളിപ്പം ചാർജിനെ കൊണ്ടുവരാൻ വന്ന് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ദാറ്റ് മീൻസ് നമ്മളുടെ ഇവിടുത്തെ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു വെക്ടർ ആണല്ലോ. ഡിസ്പ്ലേസ്മെന്റ് ഹിയർ ഇസ് എ വെക്ടർ. ഒരു വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ്. ബട്ട് ആ ഡെൽറ്റ ആറിന്റെ പ്രൈമിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇറ്റ് ഇസ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പം നമ്മളുടെ വർക്ക് ഡൺ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ്? ഈ എക്സ്റ്റേണൽ ഫോഴ്സ് എത്രമാത്രം വർക്ക് ആണ് ചെയ്യുന്നത്? വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഡ്യൂറിങ് during this short distance delta r prime എന്ന് പറയുന്നത്, during its motion through delta r prime. ഓക്കെ, ഡെൽറ്റ ആർ പ്രൈം എന്ന ആ ഒരു ഡിസ്റ്റൻസിലൂടെ പോകുമ്പോഴുള്ള എത്രമാത്രം വർക്കാണ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് ജനറൽ വർക്കിന്റെ ഇക്വേഷൻ. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ പ്രൈം ആണ്. ഇതാണ്. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് ഇനി ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. സോ നോക്കുക, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ക്യൂ ഇൻറ്റു ഇലക്ട്രിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു ഇ എന്നുള്ളതാണ് ഇലക്ട്രിക്കൽ ഫോഴ്സ്. സോ ക്യൂ ഇൻറ്റു ഇ ഡോട്ട് നമ്മുടെ ഡെൽറ്റ ആർ. ഡെൽറ്റ ആർ എന്ന് പറയുന്നത് നമുക്കറിയാം ഡെൽറ്റ ആർ ഇസ് നെഗറ്റീവ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ദിസ് ഇസ് മൈനസ് ഡെൽറ്റ ആർ പ്രൈം. ഇതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്കിനി ഇവിടെ ക്വാണ്ടിറ്റീസ് ഇട്ട് കൊടുക്കാം. ദറ്റ് ഈസ് നമ്മളുടെ ക്യൂ. ഇവിടുത്തെ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ഈസ് ഓൾറെഡി 1 കൂളംബ് ആണ്, അത് നമുക്കറിയാം. സോ 1 കൂളംബ് ഇൻറ്റു ഇലക്ട്രിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ 4 π എപ്സിലോൺ നോട്ട് ആർ പ്രൈം സ്ക്വയർ. ഇതിനെ നമുക്ക് ആർ പ്രൈം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഏത് പോയിന്റ് ആണോ സോഴ്സ് ചാർജിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മുടെ പോയിന്റ് ഇതാണ്, പക്ഷെ നമ്മുടെ ഡിസ്റ്റൻസ് നമ്മൾ ആർ പ്രൈം ആയിട്ട് എടുക്കുന്നത്. ഈ ഡെൽറ്റ ആർ പ്രൈം എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ആണ്, വെരി സ്മോൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. സോ അത് അനുഭവിക്കുന്ന ഇലക്ട്രിക് ഫീൽഡും, അത് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡും ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡും ഏകദേശം സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആർ പ്രൈം തന്നെ ഡിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പോയിന്റഡ് അലോങ് വെക്ടർ ആർ പ്രൈം. ആൻഡ് സോ and into dot minus delta r prime. അപ്പൊ മൈനസ് ഡെൽറ്റ ആർ പ്രൈം എന്ന് പറയുന്നതിന്റെ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദറ്റ് ഈസ് ഇൻ ഡോട്ട് മൈനസ് ഡെൽറ്റ ആർ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ്, അതും പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ആർ പ്രൈം തന്നെയാണ്. അപ്പൊ ഈ ആർ പ്രൈം ഡോട്ട് ഈ ആർ പ്രൈം വരുമ്പോൾ അത് 1 ആവും. യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് 1 ആണ്. സോ ഇൻ റിസൾട്ടിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. 1 ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ 4 π എപ്സിലോൺ നോട്ട് ആർ പ്രൈം സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ആർ പ്രൈം എന്ന് വരും. ഓക്കെ, ഈ ആർ പ്രൈം വെക്ടറും യൂണിറ്റ് വെക്ടർ ആർ പ്രൈമും ഈ യൂണിറ്റ് വെക്ടർ ആർ പ്രൈമും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1 വരും. അതുകൊണ്ടാണ് പിന്നെ റിസൾട്ടിങ് ആയിട്ട് വരുന്നത് ഇത് മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ work done in bringing unit positive charge from this point to a very short distance to this point. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടണം. എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന ടോട്ടൽ വർക്ക്. ഇതെന്ന് പറഞ്ഞ ഒരു ചെറിയ ഡിസ്റ്റൻസിലൂടെയുള്ളതാണ്. നമുക്ക് വേണ്ട ടോട്ടൽ വർക്കാണ്. അപ്പൊ ടോട്ടൽ വർക്കിനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് യു ഹാവ് ടു, നിങ്ങൾക്ക് വർക്ക് ഡൺ എന്താന്ന് കിട്ടി. അതിന് ഇൻഫിനിറ്റിയിൽ നിന്നും ഏത് പോയിന്റിലേക്കാണോ വേണ്ടത് അവിടം വരെയുള്ള ഇന്റഗ്രേഷൻ നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ
total work done work done in bringing unit positive charge from infinity to P, ഇൻഫിനിറ്റിയിൽ നിന്നും P വരെയുള്ള ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇൻഎഫക്റ്റീവ്ലി വി വിൽ ഗെറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് P. കാര്യം എന്ന് വെച്ചാൽ ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യലിനെ മീനിങ് ഉള്ളൂ. അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്നും ബ്രിങ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലെ 0 ആണ്. സോ ഡെഫിനറ്റ്ലി ഇൻ എഫക്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന പൊട്ടൻഷ്യൽ അറ്റ് P തന്നെയാണ്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഇസ് ടോട്ടൽ വർക്ക് ഡൺ. അതിന് W എന്ന് കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ഇസ് W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ഫ്രം ഇൻഫിനിറ്റിയിൽ നിന്നും എവിടം വരെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്? യു വിൽ ബി ഇൻറ്റഗ്രേറ്റിംഗ് ഈ P എന്ന് പറഞ്ഞ പോയിന്റ് ഈ സോഴ്സ് ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയാണ്. സോ നമുക്ക് ഈ R ഡിസ്റ്റൻസ് അകലെ വരെയുള്ള ഈ പോയിന്റ് കൊണ്ടുവരും. സോ R വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനാണ് ഡെൽറ്റ W എന്ന് പറയുന്നതിനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഡെൽറ്റ ഇന്റഗ്രൽ ഓഫ് DW. നമ്മൾ ദിസ് ഇസ് ഡെൽറ്റ W. നമ്മൾ ഇൻറ്റഗ്രേഷൻ വരുമ്പോൾ ഇൻറ്റഗ്രേഷനിൽ നമ്മൾ ഈ ഡെൽറ്റയെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് DW ആയിട്ടാണ്. ഓക്കെ, DW എന്ന് എഴുതണം. സോ ഇവിടെ ഇൻഫിനിറ്റി ടു R നോക്കിക്കേ, DW എന്ന് പറയുന്നത് സെയിം ദിസ് തിങ് ഓൺലി. അപ്പൊ ഇത് നമുക്ക് എഴുതാം -Q/4πε0 R'². ഈ ഡെൽറ്റ R പ്രൈമിന് വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? dR' എന്ന് കൊടുക്കുക. dR' കൊടുക്കുക. ഇനി ഇവിടെ നോക്കുക, ഇവിടെ Q 4πε0 കോൺസ്റ്റന്റ് ആണ്. അതുപോലെ മൈനസ് നമുക്ക് പുറത്തെടുക്കാം ഇന്റഗ്രലിന്റെ കാര്യം, അതിന് ആറുമായിട്ട് ബന്ധമില്ല. -Q/4πε0. സോ ഇന്റഗ്രേഷൻ്റെ അകത്ത് ഇന്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു R ആൻഡ് 1/R'² dR' എന്ന് വരും. നമ്മൾ ഈ R'² എന്തെങ്കിലും ഇപ്പം 1/x² മുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ x⁻² ആവും. ഇപ്പൊ 1/x⁻n മുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ x⁻- ഉണ്ടാവും. അതുപോലെ തന്നെ R'² നമ്മൾ R'² മുകളിലേക്ക് കൊണ്ടുവന്ന R'⁻² എന്നാവും. സോ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം -Q/4πε0 ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു R'-2 dR' എന്ന് എഴുതാം. ഇനി ഐ തിങ്ക് സെക്കൻഡ് ഇയർ ആകുമ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഇൻറ്റഗ്രേഷൻ ഫെമിലിയർ ആയിട്ടുണ്ടാവും. സോ ഇന്റഗ്രൽ x⁻n dx ആണെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ x⁻n+1/n+1 എന്നുള്ളതാണ്. ഓക്കെ, സോ പ്ലസ് സം കോൺസ്റ്റൻസ്. ഇവിടെ ഇത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് നമുക്ക് കോൺസ്റ്റന്റ് ആഡ് ചെയ്യണ്ട. സോ -Q/4πε0. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എന്നിട്ട് ലിമിറ്റ്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം R'(n+1) അതായത് -2+1 ഡിവൈഡ് ബൈ -2+1 എന്ന് വരും. സിമിലർലി ഇതുപോലെ എന്നിട്ട് ലിമിറ്റ്സ് ഇട്ട് കൊടുക്കുക ഇൻഫിനിറ്റി ടു R. അപ്പൊ R'(−2+1) -2+1 എന്ന് പറയുന്നതിന്റെ ആൻസർ -1 ആണ്. ഓക്കെ, -1 ആണ്. സോ ഇവിടെ താഴെയും -1 വരും. ഓക്കെ, ഞാൻ ഇവിടേക്ക് എഴുതാതെ. That is you have -Q/4πε0 R' -1 ആണ് വന്നത്. ഇവിടെ ഒരു -1 വരും. യു ഹാവ് ടു ഗീവ് ദി ലിമിറ്റ്സ് ഇൻഫിനിറ്റി ടു R കൊടുക്കണം. അപ്പൊ -1 ഡിവൈഡ് ബൈ -1 ആവും. സോ Q/4πε0. ഇനി ഈ R⁻-1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/R എന്ന് എഴുതാമല്ലോ. സോ 1/R ഇൻ ദ ലിമിറ്റ്സ് ഇൻഫിനിറ്റി ടു R. ഈ ആറിന് നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇട്ട് കൊടുക്കുക. എനിക്കൊന്ന് ഇപ്പം നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും, ബിക്കോസ് സെക്കൻഡ് ഇയറിൽ യു ഹാവ് ഇൻറ്റഗ്രേഷൻ. സോ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ആദ്യം അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക 1/R. ഇനി ലോവർ ലിമിറ്റ് എടുക്കുക 1/∞. ആൻഡ് 1/∞ എന്ന് പറയുന്നത് 0 ആണ്. ദെർഫോർ ദിസ് വിൽ ബിക്കം Q/4πε0 R എന്ന് വരും. സോ ഇതാണ് എന്ത് നമ്മളിപ്പം we have calculated the work done in bringing a unit positive charge from infinity to the point P. But this is basically potential. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ വർക്ക് ഡൺ എന്ന് പറയുന്ന അഥവാ that is the potential at P ആണ്, due to that particular charge Q. This is the potential at P due to charge Q. Q കാരണം ഉണ്ടായ പൊട്ടൻഷ്യൽ ആണ്, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ
നമ്മൾ അതിനെ പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യുന്ന വി ആണ്. അപ്പം നമ്മൾ ഓൾറെഡി എടുത്തത് പി എന്ന് പറയുന്ന പോയിന്റ് ക്യൂവിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയാണ്. സോ ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ആർ, ദിസ് ഇസ് ക്യൂ ബൈ 4πε0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതെന്ന് പറയുന്നത് നമുക്ക് ഏത് ക്യൂവിന്റെ, നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഈ പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് ക്യൂ എടുത്തതിന്, പക്ഷെ ഇത് ഇൻ ജനറൽ ഇത് ട്രൂ ആണ്. ഫോർ എനി ചാർജ് ദാറ്റ് ഇസ് ട്രൂ. ഇപ്പൊ നമ്മൾ ക്യൂ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 0 ആണെന്ന് വിചാരിക്കുക. ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 0, ദെൻ നമ്മളുടെ ക്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ഡെഫിനറ്റ്ലി വിയും പൊട്ടൻഷ്യലും ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പം ദാറ്റ് മീൻസ് എന്താണ്, വർക്ക് ഡൺ, അത് എക്സ്റ്റേണൽ ഫോഴ്സ് എത്രമാത്രം വർക്കാണ് അവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ക്യൂ ഗ്രേറ്റർ ദാൻ 0 ഇപ്പം വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് പോസിറ്റീവ്. ഇനി ക്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് നെഗറ്റീവ് ആണ്. അപ്പം വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് നെഗറ്റീവ് ആകുമ്പോൾ എന്താണ്, വർക്ക് ഡൺ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, കാര്യം ആ കേസിൽ എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് അവിടെ പോസിറ്റീവ് ആയിരിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ ഇപ്പൊ സോഴ്സ് ചാർജ് ലെസ് ദാൻ 0 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ കേസിൽ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് നെഗറ്റീവ് ആണ്, ബട്ട് വർക്ക് ഡൺ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. പിന്നെ നിങ്ങൾക്കറിയാം ഇത് നെഗറ്റീവ് ആവുമ്പം കൊണ്ടുവരാൻ പോകുന്ന ആള് പോസിറ്റീവ് ഡിസ്ചാർജ് ആണ്. അപ്പൊ അവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ആ കേസിൽ സെയിം ആവും. ഡിസ്പ്ലേസ്മെന്റ് ആ കേസിൽ സെയിം ആവും. ഓക്കെ, സോ പിന്നെ നോക്കുക, നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും പോയിന്റ് പിയിലേക്ക് കൊണ്ടുവരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണല്ലോ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്ത് പറ്റി, ഈ ഇൻഫിനിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് ഓൾറെഡി വന്നു. സോ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ചൂസിങ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇവിടെ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും എങ്ങനെയാണ് ആറിന് വേരി ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അത് വി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, അവർ രണ്ടുപേരും ആറിനനുസരിച്ച് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 r² ആണ്. അപ്പൊ ഇയുടെ വേരിയേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഇപ്പൊ നോക്കിക്കേ ക്യൂ ബൈ 4πε0 ആറേ ഉള്ളൂ. അത് വി ഈസ് വേരിങ് ഇൻവേഴ്സ്ലി വേരിങ് വിത്ത് റെസ്പെക്ട് ടു ആർ ഓൺലി. അപ്പൊ അതാണ് ബേസിക്കലി ഈ ഗ്രാഫിലും കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഈ ഗ്രാഫ് നോക്കുവാണെങ്കിൽ ഒരു പാറ്റേൺ അതുകൊണ്ട് തന്നെ സെയിം ആണ്. അത് ആറിനനുസരിച്ച് കുറയും. ഇപ്പം ഡിസ്റ്റൻസ് കുറയുന്തോറും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. അതുപോലെ തന്നെ ഇവിടെയും ഡിസ്റ്റൻസ് കുറയുന്തോറും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ സ്ട്രെങ്തും കൂടും. അപ്പം ആ പാറ്റേൺ ഒരേപോലെ തന്നെയാണ്, രണ്ടിന്റെ ആ കർവ് ഒരേപോലെ തന്നെ വന്നിരിക്കുന്നത്. പക്ഷേ നോക്കിക്കേ, ഈയുടെ ആ ഡിക്ലൈൻ വളരെ ഫാസ്റ്റ് ആണ്. ഈ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവിടെ ഡിക്രീസ് ചെയ്യണം, പെട്ടെന്നുള്ള ഡിക്രീസ് ഈയിലാണ്. കാരണം വെച്ചാൽ ഈയുടെ ഡിക്രീസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഈയുടെ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ ആണ് കമ്പയർഡ് ടു വി. പൊട്ടൻഷ്യൽ വളരെ ഗ്രാജുവൽ ആയിട്ടേ കുറയുന്നു. വളരെ ഗ്രാജുവൽ ആയിട്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിക്രീസ് ചെയ്യുവാണ്. അത് ആ ഒരു വ്യത്യാസം കാരണമാണ്. ഓക്കെ, അപ്പം ഇനി ഒരു പ്രോബ്ലം കൂടി ചെയ്യാം, എന്നിട്ട് നോക്കാം. ഓക്കെ, ടെക്സ്റ്റിലെ എക്സാമ്പിൾ 2.1 എന്ന് പറയുന്ന ടെക്സ്റ്റിലെ ഒരു പ്രോബ്ലം ആണ്. നോക്കുക, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു എ ചാർജ് ഓഫ് 4 × 10⁻⁷ ലൊക്കേറ്റഡ് 9 cm away. നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റ് പിയിലെ പൊട്ടൻഷ്യൽ കാണാം. അപ്പൊ ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഉണ്ടാക്കാനുണ്ടായ ആ സോഴ്സ് ചാർജ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ക്യൂയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. 4 × 10⁻⁷ കൂളംബാണ്. ആൻഡ് ആ സോഴ്സ് ചാർജും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് ആർ, ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നത് 9 cm. 9 cm നമുക്ക് മീറ്ററിലേക്ക് ആക്കാൻ 9 × 10⁻² മീറ്റർ. ഇപ്പൊ പൊട്ടൻഷ്യൽ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ 4πε0 r ആണ്.
1/4 വാല്യൂ ആണ് 9 into 10⁻9. ക്യൂവിന്റെ വാല്യൂ 4 into 10⁻7 ഡിവൈഡഡ് ബൈ ആർ. ആർ എന്ന് പറയുന്നത് 9 into 10⁻2. അപ്പൊ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 4 into 10⁻4 ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് വോൾട്ട്. ഓക്കെ, സോ വി. ഇനി അടുത്ത് നോക്കുക. Hence obtain the work done in bringing a charge of 2 into 10⁻9 coulomb from infinity to that point P. അപ്പം ഇതെന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ക്യൂ എന്ന് പറയുന്ന ഒരു ഇവിടെ നമ്മൾ ബ്രിങ് ചെയ്ത ചാർജ് എന്ന് പറഞ്ഞാൽ 1 കൂളമ്പാണ്. ഇനി 2 into 10⁻9 കൂളമ്പിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ആ പോയിന്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എത്രമാത്രം വർക്ക് ചെയ്യുന്നുള്ളത് സോ ബേസിക്കലി നമ്മുടെ വി എന്ന് പറയുന്നത് വർക്ക് പെർ യൂണിറ്റ് ചാർജ് ആണ് അല്ലേ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ 2 into 10⁻9 കൊണ്ടുവരണമെങ്കിൽ എത്ര വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇതിൻ്റെ അകത്ത് വർക്കിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Q into V എന്ന് കൊടുക്കാൻ പറ്റും വർക്കിന്. സോ Q ഓൾറെഡി ഉണ്ട്. ഇത്രയാണ് Q, 2 into 10⁻9. ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് കൊണ്ടുവരാനുള്ള വർക്ക് എന്ന് പറയുന്നത് ഇതാണ്, അഥവാ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു 4 into 10⁻4. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കും 8 into 10⁻5 joules എന്ന് വരും. ഓക്കെ, അതാണ് വർക്ക് ഡൺ. ഡസ് ദ ആൻസർ ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് അലോങ് വിച്ച് ചാർജ് ഈസ് ബ്രോട്ട്? ആൻസർ ഒരിക്കലും ഏത് പാത്തിലൂടെയാണ് ചാർജിനെ കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നോ. കാര്യം എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഏത് പാത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും വർക്ക് ഡൺ ഈസ് സെയിം ഹിയർ. ഓക്കെ, പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആവുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും നമ്മളിപ്പം ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത് അല്ലേ. അപ്പൊ ആ ഫോഴ്സും വർക്ക് ഡൺ 0 ആണെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആവുകയാണെങ്കിൽ 0 ആവും. ഓക്കെ, അതിവിടെ പറയുമ്പോഴത്തേക്കും ഇലക്ട്രിക് ഫീൽഡും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ ഇഫ് ഇറ്റ് ഇസ് 90 ഡിഗ്രി അവിടെ വർക്ക് ഡൺ 0 ആണ്. ഓക്കെ, അല്ലാതെ വർക്ക് ഡൺ നമുക്ക് ഏത് പാത്തിലൂടെയും കൊണ്ടുവരാം. ഇറ്റ് ഡസൻറ്റ് മീൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്ന നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സോ താങ്ക് യു.